ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ധനുമാസത്തിലെ തിരുവാതിര വരാറായി. എല്ലാവരും കൂവപ്പായസം ഉണ്ടാക്കുന്നൊരു ദിവസം കൂടിയാണിത്. അപ്പോൾ ഏറെ ഔഷധ ഗുണമുള്ള കൂവപ്പായസം നമ്മൾ ഈ ഒരു പ്രത്യേക ദിവസം എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അല്ലാതെയും ഇത് കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. കൂവപ്പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കൂവപ്പൊടി പൊടിച്ചെടുത്താണെങ്കിൽ അത് അത്യുത്തമമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുത്ത സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്, വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു കപ്പ്, ചെറിയൊരു കപ്പിൽ ഒരു കപ്പ് കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ കലക്കിയെടുക്കണം. കട്ട കെട്ടാതെ കലക്കിയെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പണ്ടൊക്കെ എൻ്റെ വീട്ടിലായാലും നമ്മുടെയൊക്കെ വീടുകളിലായാലും വീട്ടിൽ തന്നെ നമ്മൾ കൂവക്കിഴങ്ങൊക്കെ പിഴക്കിയെടുത്ത് അരച്ച് നൂറെടുത്തിട്ടൊക്കെ കൂവപ്പൊടി ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ കൂവപ്പൊടി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് 4 അച്ച് ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ശർക്കര തിളപ്പിച്ചെടുക്കണം. ശർക്കര തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് അരിച്ചെടുത്തിട്ട് അതിൽ കരടൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരിപ്പ വെച്ച പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. നമുക്ക് ഒരു ഉരുളിയിലാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഉരുളിയിലേക്ക് നമ്മൾ ആദ്യം കൂവപ്പൊടി കലക്കി വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ശർക്കര പാനി കൂടി അരിച്ച് ചേർക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ആദ്യം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരുവിധം കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചുകൊണ്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ കുറേശ്ശെ കുറുകി വരാൻ തുടങ്ങി. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. നല്ലപോലെ ഇളക്കി കൊടുക്കണം. കുട്ടികൾക്കൊക്കെ പണ്ട് ചെറിയ പ്രായത്തിൽ ഇതുപോലെ കൂവപ്പൊടി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുമായിരുന്നു. കുട്ടികളുടെ ദഹനത്തിനും ദഹനശക്തി വർദ്ധിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് കൂവപ്പൊടി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു ഇതാണ് കൂവപ്പൊടി. നമുക്ക് വയറിനൊക്കെ അസുഖം വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയൊക്കെ തയ്യാറാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന്. ഇപ്പം ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു തേങ്ങയുടെ ഒരു മുറി തേങ്ങ ചിരകിയതാണ് ഇനി ചേർക്കാൻ പോകുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഏലക്കായും നെയ്യൊക്കെ വേണ്ടവർ അത് ചേർക്കാം. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. തേങ്ങ ചിരകിയത് ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ കൂവപ്പൊടി ഇതെല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നല്ല കമൻസ് ഒക്കെ അറിയിക്കണം. താങ്ക് യു.